ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു റമദാൻ റൊട്ടീനാണ്. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആയതിനും ഞാനിവിടെ കിച്ചണിലായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കുഞ്ഞാവ ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ കുഞ്ഞാവനെ എടുത്തു വെച്ചുകൊണ്ട് കിച്ചണിലായിട്ട് വന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, അവളെ എടുത്തു വെച്ചുകൊണ്ട് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു വയ്ക്കാനുള്ളതും അതൊക്കെ ഒതുക്കി പെറുക്കി വെച്ചിട്ട് പിന്നെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അവളെ ഇരുത്തിയേക്കുണ്ട്. അപ്പോൾ അവൾ എന്തോ സവോളയൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് 4 കുട്ടികളും കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവളെ എടുത്തുകൊണ്ട് എൻ്റെ വന്നത്. അപ്പോൾ എന്നാലും ഫസ്റ്റ് തന്നെ സ്നാക്സ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ ചോപ്പറിലിട്ടിട്ടാണ് അരിഞ്ഞെടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. സവോള നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ ഇതിനകത്ത് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാലയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് ഗരം മസാല ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഗരം മസാല ആകുമ്പോൾ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സാക്കി എടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. പിന്നീട് ഇതിനകത്തേക്ക് ചേർക്കുന്നത് വേവിച്ച് വച്ചിട്ടുള്ള ബീഫാണ് കേട്ടോ. വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ള ബീഫാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ അങ്ങോട്ട് മിക്സാക്കി എടുക്കട്ടെ. ഇതിപ്പോൾ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഫ്രീസറിൽ വെച്ചേർന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നൊന്ന് മിക്സാക്കിയപ്പോഴത്തേനും അത് ഓക്കെ ആയിട്ട് വന്നു. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേവിച്ച് ഇങ്ങനെ മിൻസ് ചെയ്തിട്ട് നമ്മൾ ഫ്രീസറിലിട്ട് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നല്ല എളുപ്പമാണ്. ഓരോ പ്രാവശ്യം ഇങ്ങനെ വേവിക്കാനും അതിൻ്റെ പാത്രം കഴുകൽ അതൊക്കെ ഒരു പണിയായിട്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതങ്ങനെ മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് മാറ്റി വയ്ക്കാം. പിന്നെ അടുത്തത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 മുട്ട എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലായിട്ട് പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് മൈദയാണ്. അപ്പോൾ 1 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് ഓയിൽ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഞാനിവിടെ തവിടെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഭയങ്കര ടൈറ്റായിട്ടുള്ള മാവാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ പാലും കൂടെ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിത് ഉണ്ടാക്കുന്നത് ഒരു കേക്ക് ടിന്നിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ഉണ്ടെങ്കിൽ ആ പാനിൽ വെച്ചിട്ട് നമ്മളൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കൂലേ, അന്ന് പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊരു 7 ഇഞ്ചിൻ്റെ നോൺ സ്റ്റിക്ക് മറ്റേ നമ്മുടെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ കേക്ക് ടിന്നിൽ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. എല്ലാ സൈഡിൽ കൂടെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മളെടുത്ത മാവുണ്ടല്ലോ അതിൻ്റെ പകുതി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു കറക്റ്റാണ് കേട്ടോ. ഈ ഒരു സൈസിലുള്ള കേക്ക് ടിന് കറക്റ്റാണ് കേട്ടോ. 7 ഇഞ്ചിൻ്റെ എന്ന് പറയുന്നത് അത്യാവശ്യം ഹൈറ്റിലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പകുതി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എടുത്ത് വയ്ക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ മറ്റേ ഇതുണ്ടല്ലോ, നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊന്നും വേണമെന്നില്ല കേട്ടോ. വലിയ അതിൽ ചെരുവൊക്കെ ഉണ്ടല്ലോ, അതെടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു നമ്മൾ ഈ തട വയ്ക്കില്ലേ, എന്നാ പറയണേ, എന്താ പറയുക, ചൂടധികം താഴ്ത്തിട്ടേക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വയ്ക്കുന്ന സംഭവം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ഒരു ടിന്ന് ഇറക്കി വെക്കുന്നത്. അപ്പോൾ അതിന് പകരം ഡയറക്റ്റായിട്ട് നമുക്ക് ആ നോൺ സ്റ്റിക്കിൻ്റെ പാനിലിട്ട് ഒഴിച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അന്നേരം തീ കുറച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ ഇട്ട് വെച്ചിട്ടുള്ള മസാല കൂട്ടുണ്ടല്ലോ അതും ഇട്ട് വയ്ക്കണം. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം വേണം കേട്ടോ. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തതിന് ശേഷം വേണം മസാല ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നേരെ നമ്മൾ ആ ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു മാവും കൂടെ ഒഴിച്ചു വയ്ക്കാം. പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ചൊരു ഒരു മസാല ഒരു ഇച്ചിരി ഭാഗം മാറ്റി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലിട്ട് അതും ഇട്ടു. പിന്നെ അതുപോലെ തന്നെ മല്ലിയില കുറച്ച് കട്ട് ചെയ്തതൊക്കെ മല്ലിയില ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇത് മൂടി വെച്ച് നമ്മൾ സാധാരണ പോലെ തന്നെ ഒരു 25 മിനിറ്റൊക്കെ വേണ്ടി ഒരു ഇത് കുക്കായി വരാനായിട്ട്. അപ്പം മേളിൽ ഒന്ന് ഒരു സ്ക്യൂവർ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കി വെച്ചാൽ മതി കുക്കായി വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ
അപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതെടുക്കാവുന്നേ ഉള്ളൂ. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ആദ്യം ഒരു 3-4 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. പിന്നീട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഇറാനി പോളയാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നോമ്പ് തുറക്കൊക്കെ ഒരു പീസ് മതി, എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇനി സാധനങ്ങളൊക്കെ ടേബിളിൻ്റെ അടുത്തേക്ക് കൊണ്ട് വയ്ക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടുവെള്ളരി ജ്യൂസാണ് കേട്ടോ. പൊട്ടുവെള്ളരി നമ്മുടെ എന്താ പറയുക ശരീരത്തിന് നല്ല തണുപ്പ് നൽകാനൊക്കെ വളരെ നല്ല സംഭവമാണ് കേട്ടോ. അപ്പോൾ പൊട്ടുവെള്ളരി പിന്നെ അതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാലും പഞ്ചസാരയും ഇത്രേ ഉള്ളൂ കേട്ടോ സംഭവം. ഇതാണ് ഇന്നത്തെ ജ്യൂസ്. പിന്നെ സ്നാക്സ് ആയിട്ട് ഇതുണ്ട്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും, അങ്ങനെ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ നോമ്പ് തുറ എന്ന് പറഞ്ഞത്. പിന്നെ കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി വയ്ക്കാറുണ്ട് കേട്ടോ. അതിന് വെച്ചാൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ ഇച്ചിരി നാരങ്ങ വെള്ളം എടുത്ത് കുടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്, അത് കാരണമുണ്ട്. പിന്നെ അതിന് ശേഷം എന്താ പറയുക, ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ, അതായത് നമ്മുടെ നിസ്കാരവും മൂത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ പത്തിരിയും ഇറച്ചിയും ഒക്കെ കഴിക്കാറുള്ളത്. അപ്പോൾ എല്ലാ ദിവസവും പത്തിരി ഇറച്ചിയൊന്നുമല്ല, ഇന്നിപ്പോൾ പത്തിരി ഇറച്ചിയാണ്. പത്തിരി മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ പത്തിരി തേങ്ങാപ്പാലിൽ മുക്കി കഴിക്കണേ ഭയങ്കര ഇഷ്ടമാണല്ലോ എല്ലാവർക്കും തന്നെ. നോമ്പ് തുറന്ന് കഴിയുമ്പോൾ കഴിക്കാൻ ഇഷ്ടമുള്ളൊരു സംഭവം ഇത് തന്നെയായിരിക്കും. ഏറ്റവും എന്താ പറയുക, ഏറ്റവും നല്ലൊരു ഇതുമായിട്ടുള്ളതും ഇത് തന്നെയാണെന്ന് തോന്നുന്നു, മറ്റുള്ള ഫുഡൊക്കെ കഴിക്കണേക്കാളും. പിന്നെ കുറച്ചൊക്കെയല്ലേ കഴിക്കുള്ളൂ. ഈ സ്നാക്സും അതും ഇതൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അധികമൊന്നും ആർക്കും വേണ്ട. അപ്പോൾ ഇന്നത് കുഞ്ഞാവയ്ക്ക് കുറുക്ക് എല്ലാവരും പലരും ചോദിച്ചിരുന്നു എന്താണ് കുട്ടിക്ക് ഫുഡ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇവൾക്ക് ഇപ്പോൾ എല്ലാം തന്നെ കൊടുത്തു തുടങ്ങിയിട്ട്. അപ്പോൾ പത്തിരി ഉള്ള ദിവസങ്ങളാണെങ്കിൽ പത്തിരി തേങ്ങാപ്പാലിൽ മുക്കിയിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ നല്ലപോലെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അത് കൊടുക്കാറുണ്ട്. ഇന്നിപ്പോൾ കുറുക്ക് അമൃതം പൊടിയുടെ കുറുക്കാണ് കേട്ടോ കൊടുക്കണത്. അപ്പോൾ അതായത് ഇതുപോലെ തന്നെ ഒക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുക്കണതാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് വെച്ചിട്ട് വെള്ളം കൊടുക്കും. എന്നുവെച്ചാൽ നമ്മുടെ ചിലപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് മാത്രം പോരാന്ന് വരും ചിലപ്പോൾ കുട്ടികൾ. ഇപ്പോൾ 9 മാസമായല്ലോ ഒക്കെ, അത് കാരണം ഇങ്ങനെ വെള്ളവും കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതിനൊക്കെ ശേഷം എല്ലാവരും കിടന്നുറങ്ങി. പിന്നെ രാവിലെ ഇന്നിപ്പോൾ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് നാളായി ഒന്നല്ല ജീരകക്കഞ്ഞി അല്ലെങ്കിൽ പഴം പുഴുങ്ങി തേത്തപ്പഴം അങ്ങനെയൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ അതിന് ഇന്ന് ചോറും മോരുകറിയുണ്ട്, പിന്നെ ബീൻസ് തോരൻ, പിന്നെ മീൻ പൊരിച്ചത്, ഇതൊക്കെ കൂട്ടിയാണ് ഇന്നത്തെ ചോറ്. പിന്നെ കൂടാണ്ട് ഒരു ചായയും കുടിക്കും കേട്ടോ. ഇച്ചിരി മീൻകറി ഇരുന്ന് വെച്ചു. അപ്പോൾ അതും ഒന്ന് ചൂടാക്കി എടുത്താൽ, പക്ഷേ മീൻകറി ആരും എടുത്തില്ല. എല്ലാവരും എന്താ പറയുക മറ്റേ മോരുകറി കൂട്ടിയാട്ടോ കഴിച്ചത്. പിന്നെ എല്ലാവരും നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോയി കിടന്നേച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. രാവിലെ ഞാൻ ഇവരെ വിളിച്ചെണിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുഞ്ഞാവേയും എണീക്കും കേട്ടോ. പിന്നെ അവളെ ഉറക്കണത് ഒരു പണിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ദുആയിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.